ഹായ് ഹലോ, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം അരി തിളച്ച് വേവാനായിട്ടുണ്ട്. ഇനി അവിയൽ ഉണ്ടാക്കണം, കോവയ്ക്ക ഉപ്പേരി വെക്കണം, ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം. കറി ഇപ്പോൾ വെക്കണ്ട, എന്താണെന്ന് വെച്ചാൽ കറി രാവിലത്തെ പയറ് കറി ചെറുപയർ കറി ബാക്കിയുള്ളതുകൊണ്ട് കറി വെക്കുന്നില്ല. അപ്പോൾ ബാക്കി എല്ലാം സെറ്റാക്കാം. ആദ്യം തന്നെ പച്ചക്കറികളെല്ലാം കൂടി എടുത്ത് നമുക്കൊന്ന് വെള്ളത്തിലിടാം. കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളക് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാണ്, അത് കൊണ്ട് ഇപ്പോൾ ഇടുന്നില്ല. ഇനി അരി വെന്തിട്ട് വേണം. കുറച്ച് കറിവേപ്പില പറിച്ചിട്ട് വരാം. അപ്പോൾ രാവിലത്തേക്ക് അപ്പത്തിന് വേണ്ടി, അതായത് വെള്ളാപ്പത്തിന് വേണ്ട അരിയൊക്കെ കഴുകി കുതിർത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ നല്ല ഫ്രഷ് കറിവേപ്പില ഉണ്ട് ഇവിടെ, അത് കുറച്ച് പറിച്ചിട്ട് വരികയാണ്. അപ്പോൾ നല്ല തളിര് ഇലയാണ്, തണുപ്പൊക്കെ മാറി ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇലകളൊക്കെ പുതുതായിട്ട് വരുന്നുണ്ട്. ഇനി ആദ്യം തന്നെ അരിയൊക്കെ വെന്ത അരി വാർത്തു. ഇനി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. മുട്ട അടുപ്പത്ത് വെച്ചു, തക്കാളി അരിഞ്ഞ് വെച്ചു, ഉള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചതച്ച് വെച്ചു. ഇനി ഇത് നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് എണ്ണ ചൂടായിട്ട് ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കുക. ഉള്ളി വാടാൻ വേണ്ടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പ് പിന്നെ ഇടുന്നത്, അല്ലാതെ തന്നെ അങ്ങ് വാടുന്നുണ്ട്. അങ്ങനെ ഇതാ ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ തക്കാളി ഇട്ടു. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി ഇതൊക്കെ ഇടാം. മുളക് പൊടി ഞാനിവിടെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല, പച്ചമുളകിൻ്റെ എരിവുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഏലക്കായ, ഗ്രാമ്പൂ, കറുവപ്പട്ട, അതിൻ്റെ ഇലയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുത്തു. പിന്നെ എന്ത് ചെയ്യുക, പുഴുങ്ങിയ മുട്ടയും കൂടി ഇതിലേക്ക് ഇട്ടു. കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇട്ട് അങ്ങനെ മുട്ട റോസ്റ്റ് റെഡി. അടുത്തത് നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ കഷ്ണങ്ങൾ ഒക്കെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ച ഈ കഷ്ണങ്ങളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം. പിന്നെ വെള്ളം ഒഴിച്ച്, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കഷ്ണങ്ങളൊന്ന് ചെറുതായി തിളച്ച് വരുന്നതിന് ശേഷമാണ് മുരിങ്ങക്കായ ഇട്ടത്. ഇനി തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. പിന്നെ കുറച്ച് തേങ്ങ, ജീരകവും മഞ്ഞൾപ്പൊടിയും ഇട്ട് തൈര് ഒഴിച്ച് ഞാൻ അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കഷ്ണമൊക്കെ വെന്തു, തേങ്ങ അരപ്പൊഴിച്ച് തിളപ്പിച്ചു. എന്നിട്ട് ചൂടാറിയ ശേഷം എന്ത് ചെയ്യുക, ഒതുക്കിയ തേങ്ങയും തൈരും ഉപ്പൊക്കെ ഇട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യുക, അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി കോവയ്ക്ക നമ്മൾ ഉപ്പേരി വെക്കാമെന്ന് അരിഞ്ഞ് പച്ചമുളകും ഉള്ളിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വറവിലോട്ടിട്ടിട്ടുണ്ട്. തേങ്ങയിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ചു. അപ്പോൾ എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. അവിയലും മുട്ട റോസ്റ്റും ഉപ്പേരിയും പയറുകറിയും ചോറും ഇവിടെ സെറ്റായിട്ടുണ്ട്.